മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ശ്രേഷ്ഠനായ സുറിയാനി മൽപ്പാനും പണ്ഡിതനും ഗ്രന്ഥകാരനും കോട്ടയം ബേക്കർ ഹില്ലിലെ സുറിയാനി ഭാഷാ പഠന ഗവേഷണ കേന്ദ്രമായ സെയിന്റ് എഫ്രേം എക്യൂമെനിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറും അധ്യാപകനും മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സുറിയാനി ഭാഷാ റിസർച്ച് ഗൈഡുമായിരുന്ന ബഹുമാനപ്പെട്ട റവറൻഡ് ഡോക്ടർ തോമസ് പറക്കോട്ടച്ചന്റെ ദേഹവിയോഗം കേരളത്തിലെ സുറിയാനി സഭകളിൽപ്പെട്ട എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി. തൃശൂർ ജില്ലയിൽ വാഴാനിക്ക് സമീപം വിരുപ്പാക്ക പറക്കോട്ട് കുടുംബത്തിൽ ജോസഫ് റെജീന ദമ്പതികളുടെ മൂന്നാമത്തെ മകനായി 1974 ഏപ്രിൽ 13 അച്ഛന്റെ ജനനം. മച്ചാട് VMM ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം തിരുവല്ല ഇൻഫന്റ് മേരീസ് മൈനർ സെമിനാരിയിൽ ചേർന്ന് വൈദിക പഠനം ആരംഭിച്ചു. ആലുവ സെയിന്റ് ജോസഫ്സ് പൊന്തിഫിക്കൽ സെമിനാരിയിൽ നിന്ന് തത്വശാസ്ത്ര പഠനവും തിരുവനന്തപുരം സെയിന്റ് മേരീസ് മലങ്കര സെമിനാരിയിൽ നിന്നും ദൈവശാസ്ത്ര പഠനവും പൂർത്തിയാക്കി. 2000 ഡിസംബർ 29 തിരുവല്ല അതിഭദ്രാസനത്തിനു വേണ്ടി ഗീവർഗീസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലീത്തയാൽ വൈദികനായി അഭിഷിക്തനായി. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് സുറിയാനി ഭാഷയിലും സാഹിത്യത്തിലും ബിരുദാനന്തര ബിരുദം കരസ്ഥമാക്കിയ ശേഷം 2003 മുതൽ സീരിയയിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു. സുറിയാനി സഭാപിതാവായ സെറൂഗിലെ മാർ യാക്കോബിന്റെ കൃതികളെ അധികരിച്ച് സെയിന്റ് പോളിൻ ഹോമിലീസ് ഓഫ് സെയിന്റ് ജേക്കബ് ഓഫ് സെറു എന്നീ വിഷയത്തിൽ കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്ന് 2016 ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. തികച്ചും ദൈവാരാധന ക്രമത്തിൽ അധിഷ്ഠിതമായ ആത്മീയത കാത്തുസൂക്ഷിച്ചിരുന്ന അച്ഛൻ പ്രാർത്ഥനകൾ മൂലഭാഷയായ സുറിയാനിയിൽ നടത്തുന്നതിന്റെ ആവശ്യകതയെപ്പറ്റി നിരന്തരം വിദ്യാർത്ഥികളെ ഓർമ്മപ്പെടുത്തുമായിരുന്നു. സുറിയാനി സഭയിൽ ദൈവാരാധന ക്രമത്തിന്റെ പ്രാധാന്യം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാനും അതിമനോഹരമായ അന്ത്യോക്യൻ സുറിയാനി ദൈവാരാധന ക്രമം മൂലഭാഷയായ സുറിയാനിയിൽ തന്നെ ശ്രവിക്കുന്നതിനുള്ള സൗഭാഗ്യം പുതുതലമുറയ്ക്കു കൂടി ലഭിക്കുന്നതിനും സുറിയാനി ഭാഷയുടെയും സംഗീതത്തിൻ്റെയും ആധ്യാത്മികതയുടെയും രുചി കൂടുതൽ ജനകീയമാക്കുവാനുമുള്ള ഉദ്യമത്തിന്റെ ഫലമാണ് ലിപ്യന്തരണം ചെയ്ത് 2010 പ്രസിദ്ധീകരിച്ച പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിലെ വിശുദ്ധ കുർബാനക്രമം. അതുപോലെ തന്നെ സുറിയാനി ഗവേഷണ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് ദ്വിഭാഷയിൽ പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിലെ 3 അനാഫുറകൾ ഉൾപ്പെടുത്തി 2014 സംശോധന ചെയ്ത് പ്രസിദ്ധപ്പെടുത്തിയ തക്സോ തഖൂറോബോ എന്നീ പുസ്തകങ്ങൾ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന തക്സ ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അച്ഛന്റെ സസൂക്ഷ്മതയോടുകൂടിയ ഭാഷാന്തരവും സുറിയാനി ആരാധനക്രമത്തോടും ആധ്യാത്മികതയോടുമുള്ള അച്ഛന്റെ ആദരവിന്റെയും സ്നേഹത്തിന്റെയും ഉത്തമ ഉദാഹരണങ്ങളാണ്. സീറിയുടെ അമരക്കാരനായ ബഹുമാനപ്പെട്ട മൽഫോനോ റാബോ ജേക്കബ് തെക്കേപ്പറമ്പിൽ അച്ഛനോട് ചേർന്ന് ഈ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ വളർച്ചയ്ക്ക് നൽകിയ വിശ്രമരഹിതമായ നേതൃത്വവും 4 വർഷത്തിലൊരിക്കൽ സീറിയയിൽ വെച്ച് നടത്തപ്പെടുന്ന ലോക സുറിയാനി സമ്മേളനങ്ങൾക്ക് നൽകിയ മാർഗനിർദ്ദേശവും കാര്യനിർവഹണവും 2013 കോട്ടയത്ത് വെച്ച് നടത്തപ്പെട്ട സുറിയാനി സംഗീത സന്ധ്യയിലും 2018 ലബനോനിലെ ഹോളി സ്പിരിറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കാസ്ലിക്കിൽ നിന്ന് സംഗീതജ്ഞരെ കേരളത്തിൽ കൊണ്ടുവന്ന് വിവിധ സ്ഥലങ്ങളിൽ സുറിയാനി സംഗീത സന്ധ്യ ഒരുക്കിയതും സുറിയാനി സഭകളോടും പൈതൃകത്തോടും ആരാധനാ ഗീതങ്ങളോടുമുണ്ടായിരുന്ന അച്ഛന്റെ സ്നേഹം വിവരിക്കുന്നതാണ്. സുറിയാനി ഭാഷാ പഠനത്തിലൂടെ കേരളത്തിൽ സുറിയാനി പൈതൃകം പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സഭകൾ തമ്മിലുള്ള കൂട്ടായ്മ പരിപോഷിപ്പിക്കുന്നതിന് നിർണായക പങ്കുവഹിക്കുന്ന സീറിയുടെ സഹകാര്യദർശി എന്ന നിലയിലും കേരളത്തിലെ സുറിയാനി സഭകളുടെ സുറിയാനി ഭാഷാ പഠന ഗവേഷണ കേന്ദ്രത്തിലെ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളുടെ അധ്യാപകൻ, സുറിയാനി ഭാഷാ ഗവേഷണ വിദ്യാർത്ഥികളുടെ ഗവേഷണ നിയന്താവ് എന്നീ നിലകളിലും സഭാവ്യത്യാസമന്യേ അദ്ദേഹം ഒരുപോലെ സമാദരണീയനാണ്. സുറിയാനി ഭാഷാ പഠനം ആയത് ലളിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ മലയാളത്തിൽ പാശ്ചാത്യ സുറിയാനി ഭാഷയും പൗരസ്ത്യ സുറിയാനി ഭാഷയും ശാസ്ത്രീയമായി പഠിക്കുന്നതിന് സഹായകമായ പാശ്ചാത്യ സുറിയാനി വ്യാകരണ സഹായി, പാശ്ചാത്യ സുറിയാനി വായനാ സഹായി, പൗരസ്ത്യ സുറിയാനി വ്യാകരണ സഹായി, പൗരസ്ത്യ സുറിയാനി വായനാ സഹായി എന്നീ 4 വ്യാകരണ വായനാ സഹായക ഗ്രന്ഥങ്ങൾ സുറിയാനി ഭാഷയ്ക്കും അതുപോലെ മലയാള ഭാഷയ്ക്കും ബഹുമാനപ്പെട്ട അച്ഛൻ നൽകിയ അദ്വിതീയ സംഭാവനകൾക്ക് സുറിയാനി പണ്ഡിതന്മാരുടെ പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഇട നൽകിയിട്ടുണ്ട്.
ആഗമാന സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പാത്രിയാർക്കീസ് മൊറാൻമോർ ഇഗ്നാത്തിയോസ് അപ്രേം ദ്വിതീയൻ ബാവ 2024 ഫെബ്രുവരിയിൽ മലങ്കരയിൽ ശ്ലൈഹിക സന്ദർശനത്തിനായി എഴുന്നള്ളി വന്നപ്പോൾ തിരുവനന്തപുരത്ത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭ നൽകിയ സ്വീകരണത്തിൽ ആലപിച്ച സുറിയാനി ആശംസാഗാനം ബഹുമാനപ്പെട്ട രാജു അച്ഛന്റെ തൂലികയിൽ പിറന്നതായിരുന്നു. കോവിഡ് കാലയളവിൽ നടത്തപ്പെട്ട സുറിയാനി ഓൺലൈൻ ക്ലാസുകളുടെ തുടർച്ചയായി മലങ്കര കാത്തലിക് TV എന്ന യൂട്യൂബ് ചാനലിൽ സുറിയാനി ഭാഷാ പഠനം പരമ്പരയിലൂടെ അച്ഛൻ നൽകിയ 182 സുറിയാനി പാഠങ്ങൾ ലഭ്യമാണ്. സുറിയാനി ഭാഷാ പൈതൃക സംരക്ഷണം, സുറിയാനി ദൈവശാസ്ത്രത്തിന് നൽകിയ സംഭാവന, സുറിയാനി സഭാപിതാക്കന്മാരുടെ ദൈവശാസ്ത്രത്തിന്റെ പ്രബോധനം, സഭൈക്യ ശുശ്രൂഷ, ബൃഹത്തായ 4 സുറിയാനി വ്യാകരണ വായനാ ഗ്രന്ഥങ്ങളുടെ രചന, ദൈവാരാധന ക്രമഗ്രന്ഥങ്ങളുടെയും സംശോധനയും പ്രസിദ്ധീകരണവും എന്നീ മേഖലകളിലുള്ള അച്ഛന്റെ സമഗ്ര സംഭാവനകൾക്കുള്ള കയ്യൊപ്പായിട്ടാണ് 2024 അടങ്ങാപ്പുറം മാത്യു പീലു മെമ്മോറിയൽ അവാർഡിന് അച്ഛൻ തിരഞ്ഞെടുക്കപ്പെട്ടത്. മാനുഷികമായി ചിന്തിക്കുമ്പോൾ അച്ഛന്റെ ജീവിത കാലഘട്ടം വളരെ ചുരുങ്ങിയതാണെന്ന് തോന്നുമെങ്കിലും ഒരു പുരുഷായുസ്സുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് സുറിയാനി ഭാഷയുടെയും പൈതൃകത്തിന്റെയും പഠനത്തിനും ഗവേഷണത്തിനും നിസ്തുലമായ സംഭാവനകൾ നൽകിയാണ് അച്ഛൻ വിട പറയുന്നത്. അച്ഛൻ്റെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന നിസ്തന്ത്രമായ യാമപ്രാർത്ഥനയും വളരെ നിഷ്ഠയും അച്ചടക്കവും കൃത്യതയും നിറഞ്ഞ പഠനവും വായനയും ഗവേഷണവും, ജീവിത സൗകര്യങ്ങളിൽ പുലർത്തിയിരുന്ന ലാളിത്യവും അനാഡംബരവും മിതവ്യയവും, വ്യക്തിജീവിതത്തിലെ ശുചിത്വവും ക്രമവും, അധ്യാപന ജീവിതത്തിലെ സംലഭ്യതയും ഋജുവും സത്യസന്ധവുമായ വ്യക്തിത്വവും, സന്തുലിതമായ പ്രചോദനത്തിൻ്റെയും വിമർശനത്തിൻ്റെയും വാക്കുകളും, ഏൽപ്പിക്കപ്പെടുന്ന ഉത്തരവാദിത്വങ്ങളിൽ എടുക്കുന്ന വിട്ടുവീഴ്ചയില്ലാത്ത കഠിനാധ്വാനവും സമർപ്പണ ബുദ്ധിയും, പ്രസിദ്ധി ഇഷ്ടപ്പെടാത്ത പ്രവർത്തന ശൈലിയും, സംസാരത്തിലെ നർമ്മബോധവും സരസതയും പാണ്ഡിത്യവും, ഭാഷാശൈലിയിലെ ലാളിത്യവും സൗന്ദര്യവും ഗാംഭീര്യവും എന്നിങ്ങനെയുള്ള നാനാപ്രകാരമായ അച്ഛൻ്റെ ജീവിത സമീപനങ്ങൾ തികച്ചും പ്രശംസനീയവും അനുകരണീയവുമാണ്. അച്ഛൻ്റെ വ്യക്തിപരമായ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ പോലും പഠിപ്പിക്കുന്നതിനും മാർഗദർശനം നൽകുന്നതിനും അദ്ദേഹം പ്രതിജ്ഞാബദ്ധനായിരുന്നു. സുറിയാനി ഭാഷയുടെ സൗന്ദര്യവും സങ്കീർണതയും വിദ്യാർത്ഥി ഹൃദയങ്ങളിൽ ഉൾപ്രവേശിപ്പിക്കുന്നതിനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് അനേകം തലമുറകളിലെ വിദ്യാർത്ഥികൾക്കും പണ്ഡിതന്മാർക്കും പ്രചോദനമായി തീർന്നിട്ടുണ്ട്. നാം എല്ലാവരുടെയും ബോധനങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാൻ പര്യാപ്തമായ സുറിയാനി ദൈവാരാധനക്രമം ഏറെ ജനകീയമാക്കുവാനും അതുവഴി നമ്മുടെ വിചാരങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുവാനും നമ്മുടെ ബോധങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുവാനും അദ്ദേഹത്തിൻ്റെ ഔത്സുക്യത്തോടെയുള്ള ശുശ്രൂഷ ഇടയാക്കി. അദ്ദേഹത്തെ കണ്ടുമുട്ടിയവരുടെ മനസ്സുകളിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയും അദ്ദേഹത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും എന്നും നിലനിൽക്കട്ടെ. ഇനി ഇമ്പങ്ങളുടെ പർദീസയിൽ സ്വർഗീയ ദൈവാരാധനയിൽ ശാശ്വതവും അനവരതവുമായ ഖാദീഷ് 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 ഗാനങ്ങളാൽ മാലാഖമാരോട് ചേർന്ന് അദ്ദേഹം ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പൗരോഹിത്യ ശുശ്രൂഷയിലൂടെ മലങ്കര സുറിയാനി കത്തോലിക്ക സഭയോടും കേരളത്തിലെ എല്ലാ സുറിയാനി സഭകളോടും സുറിയാനി ഭാഷയോടും പൈതൃകത്തോടും സംസ്കാരത്തോടും അച്ഛൻ പ്രകടിപ്പിച്ച കരുതലിനും സ്നേഹത്തിനും നന്ദി നിറഞ്ഞ കൂപ്പുകൈകളോടെ പ്രാർത്ഥനാഞ്ജലികൾ. മെശിഹായുടെ സംസാര ഭാഷയോടുള്ള സ്നേഹം മെശിഹായോടുള്ള സ്നേഹമാണെന്ന് സംശയലേശമന്യേ ഉദ്ബോധിപ്പിക്കുകയും തനിക്ക് ലഭിച്ച അറിവ് വരും തലമുറയ്ക്ക് കൈമാറുകയും ചെയ്ത മൽപ്പാനച്ഛൻ്റെ നല്ല ഓർമ്മ സഭയിൽ എന്നേക്കുമുണ്ടായിരിക്കട്ടെ. സെൽ ബെഷ്ലോമോ കൊഹ്നോ ദാലോഹോ. ദൈവത്തിൻ്റെ പട്ടക്കാര, സമാധാനത്തോടെ പോവുക. ഈ ആചാര്യന് ആശ്വാസം നൽകണം നാഥ, സിദ്ധന്മാരോടൊപ്പം നിത്യവാസം തന്നിൽ.